ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ എന്നുള്ള ഏറ്റവും പുതിയ വിവരമാണ് പുറത്തു വരുന്നത്. ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ, 2 ലക്ഷം പിഴ എന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നു. ഷാരോൺ രാജ് കൊലപാതക കേസിൽ പ്രതിയായ ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ, അന്വേഷണത്തെ വഴിതിരിച്ചു വിടാൻ ശ്രമിച്ചതിന് 5 വർഷം, 2 ലക്ഷം രൂപ പിഴ എന്നതടക്കമുള്ള നിർണായകമായ വിധി. നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി എം ബഷീറിന്റെ വിധി പ്രസ്താവന നടന്നുകൊണ്ടിരിക്കുന്നു. ഏറ്റവും നിർണായകമായ വിവരം, പാറശാല ഷാരോൺ രാജ് വധക്കേസിലെ പ്രതി ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ. പ്രോസിക്യൂഷൻ വാദിച്ചത് തൂക്കുകയറിൽ കുറഞ്ഞ മറ്റൊന്നും നൽകരുതെന്നാണ്. അത്രയ്ക്ക് ഗുരുതരമായ കൊലപാതകം, 7 മാസത്തോളം നീണ്ട ആസൂത്രിതമായ കൊലപാതകം നടത്തിയ ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ. നിർഭൻ. ഏറ്റവും പുതിയ വിവരങ്ങൾ തന്നെയാണ്. ഗ്രീഷ്മയ്ക്ക് കൊടും കുറ്റവാളി എന്ന് തന്നെ കോടതി കണ്ടെത്തിയിരിക്കുന്നു. ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ വിധിച്ചിരിക്കുന്നു. വധശിക്ഷയാണ് കോടതി വിധിച്ചിരിക്കുന്നത്. അന്വേഷണം വഴിതിരിച്ചുവിടാനുള്ള ശ്രമത്തിന് 5 വർഷം തടവ്, തട്ടിക്കൊണ്ടുപോകലിന് 10 വർഷം തടവ്, അങ്ങനെ 15 വർഷം, ഒപ്പം തന്നെ തൂക്കുകയർ വിധിച്ചിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിധിയാണ് കോടതിയിൽ ഉണ്ടായിരിക്കുന്നത്. ഗ്രീഷ്മയുടെ ഈ കൊടും കുറ്റവാളി, കുറ്റകൃത്യം തെളിയിക്കപ്പെട്ടിരിക്കുന്നു. 3-ാം പ്രതിക്ക് 3 വർഷത്തെ തടവാണ് വിധിച്ചിരിക്കുന്നത്. 2 പേർക്കും ശിക്ഷ വിധിച്ചിരിക്കുന്നു. ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ. ഈ നിർണായകമായ വളരെ കേരളത്തിൽ കോളിളക്കം സൃഷ്ടിച്ച കേസിൽ, ഈ കഷായ കേസ് എന്ന് പറയുന്ന അറിയപ്പെടുന്ന കേസിൽ ഗ്രീഷ്മയ്ക്ക് തൂക്കുകയറാണ് വിധിച്ചിരിക്കുന്നത്. 2 ലക്ഷം രൂപ പിഴ, ഒപ്പം തന്നെ അന്വേഷണം വഴിതിരിച്ചു വിടുന്നതിന് 5 വർഷം തടവ്, ഒപ്പം തന്നെ തട്ടിക്കൊണ്ടുപോകലിന് 10 വർഷം കഠിന തടവ്, അങ്ങനെയുള്ള വിധിയാണ് ഉണ്ടായിട്ടുള്ളത്. ഒപ്പം തന്നെ 3-ാം പ്രതിയായിട്ടുള്ള നിർമ്മലകുമാരൻ നായർ, ഗ്രീഷ്മയുടെ അമ്മാവിന് 3 വർഷത്തെ കഠിന തടവും വിധിച്ചിരിക്കുന്നു. വലിയ നീണ്ട നാളത്തെ അന്വേഷണം പഴുതടച്ചുള്ള അന്വേഷണം, ശാസ്ത്രീയമായ തെളിവുകൾ, കോടതി ഇത് പൂർണ്ണമായി മുഖവിലയ്ക്കെടുത്തിരിക്കുന്നു. ഇക്കാര്യത്തിൽ സമർത്ഥമായ കുറ്റകൃത്യമാണ് ഗ്രീഷ്മ നടത്തിയത്. തെളിവുകൾ നശിപ്പിക്കാനുള്ള ശ്രമം നടത്തി. 7 മാസം നീണ്ടുനിന്ന വലിയ തരത്തിലുള്ള ഗൂഢാലോചന, ഇവയെല്ലാം ശാസ്ത്രീയമായി കോടതിയിൽ പ്രോസിക്യൂഷൻ തെളിയിക്കാനായി ഇപ്പോൾ ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ വിധിച്ചിരിക്കുകയാണ്. സിജു.